പ്രഭാതമുരളി 2/4/2025. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പഴയ പതീത ലോകത്തോട് നിങ്ങൾക്ക് പരിധിയില്ലാത്ത വൈരാഗ്യം വേണം. കാരണം നിങ്ങൾക്ക് പാവനമാകണം. നിങ്ങളുടെ കയറുന്ന കലയിലൂടെ സർവരുടെയും നന്മയുണ്ടാകുന്നു. ചോദ്യം: ആത്മാവ് തൻ്റെ തന്നെ ശത്രുവും തൻ്റെ തന്നെ മിത്രവുമാണ് എന്ന് പറയപ്പെടുന്നു. സത്യമായ മൈത്രി എന്താണ്? ഉത്തരം: ഒരു ബാബയുടെ ശ്രീമത് അനുസരിച്ച് സദാ നടന്നുകൊണ്ടിരിക്കണം. ഇതാണ് സത്യമായ മൈത്രി. സത്യമായ മൈത്രിയാണ് ഒരു ബാബയെ ഓർമ്മിച്ച് പാവനമാവുക, ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്തും നേടുക. ഈ സൗഹൃദം ഉണ്ടാക്കുവാനുള്ള യുക്തി ബാബ തന്നെ പറഞ്ഞു തരുന്നു. സംഗമയുഗത്തിലാണ് ആത്മാവ് തൻ്റെ മിത്രമാകുന്നത്. ഗീതം: നീ രാത്രി പാഴാക്കി കളഞ്ഞു. ഓം ശാന്തി. യഥാർത്ഥത്തിൽ ഈ ഗീതം ഭക്തി മാർഗത്തിൻ്റെതാണ്. മുഴുവൻ ലോകത്തിലും ഗീതങ്ങൾ പാടുന്നതും ശാസ്ത്രങ്ങൾ പഠിക്കുന്നതും തീർത്ഥയാത്രയ്ക്ക് പോകുന്നതും എല്ലാം ഭക്തി മാർഗമാണ്. ജ്ഞാനമാർഗം എന്ന് എന്തിനെ പറയുന്നു, ഭക്തി മാർഗമെന്ന് എന്തിനെ പറയുന്നു എന്നത് കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വേദം, ശാസ്ത്രം, ഉപനിഷത്ത് ആദിയായ എല്ലാം ഭക്തി മാർഗത്തിൻ്റെതാണ്. പകുതി കൽപ്പം ഭക്തി നടക്കുന്നു, പിന്നെ പകുതി കൽപ്പം ജ്ഞാനത്തിൻ്റെ പ്രാപ്തി നടക്കുന്നു. ഭക്തി ചെയ്ത് താഴെ ഇറങ്ങുക തന്നെ വേണം. 84 പുനർജന്മം എടുത്ത് താഴെ ഇറങ്ങുന്നു. പിന്നെ ഒരു ജന്മത്തിൽ നിങ്ങളുടെ കയറുന്ന കല ഉണ്ടാകുന്നു. ഇതിനെ ജ്ഞാനമാർഗം എന്ന് പറയുന്നു. ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന ജ്ഞാനത്തെക്കുറിച്ചാണ് മഹിമ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദ്വാപര മുതൽ തുടർന്നു വരുന്ന രാവണരാജ്യം സമാപ്തമായി. പിന്നെ രാമരാജ്യം സ്ഥാപിതമാകുന്നു. ഡ്രാമയിൽ എപ്പോൾ നിങ്ങളുടെ 84 ജന്മങ്ങൾ പൂർത്തിയാകുന്നുവോ അപ്പോൾ കയറുന്ന കലയിലൂടെ സർവരുടെയും നന്മയുണ്ടാകുന്നു. ഈ വാക്ക് ചിലയിടങ്ങളിൽ ചില ശാസ്ത്രങ്ങളിൽ ഉണ്ട്. കയറുന്ന കലയിൽ സർവരുടെയും നന്മ. സർവരുടെയും സദ്ഗതി ചെയ്യുന്നവൻ ഒരേ ഒരു ബാബ തന്നെയാണല്ലോ. സന്യാസിമാർ, ഉദാസിമാർ അനേകം പ്രകാരത്തിലുണ്ട്. വളരെയധികം മതമതാന്തരങ്ങളുണ്ട്. ശാസ്ത്രങ്ങളിൽ കൽപ്പത്തിൻ്റെ ആയുസ് 1,00,000 വർഷങ്ങൾ എന്നെഴുതിയിരിക്കുന്നു. ശങ്കരാചാര്യരുടെ മതം വന്നു 10,000 വർഷം എന്ന്. എത്ര വ്യത്യാസമായി പോകുന്നു. ചിലർ പിന്നെ പറയും ഇത്ര 1000 എന്ന്. കലിയുഗത്തിൽ അനേകം മനുഷ്യരും അനേകം മതങ്ങളും അനേകം ധർമ്മങ്ങളുമുണ്ട്. സത്യയുഗത്തിലാണെങ്കിൽ ഒരു മതമാണ് ഉണ്ടായിരിക്കുന്നത്. ബാബയിരുന്ന് കുട്ടികളായ നിങ്ങൾക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കുന്നു. ഇത് കേൾപ്പിക്കുന്നതിനും എത്ര സമയമെടുക്കുന്നു. കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മുൻകൂട്ടി എന്തുകൊണ്ട് ഇതെല്ലാം കേൾപ്പിച്ചില്ല എന്ന് പറയുക സാധ്യമല്ല. സ്കൂളിൽ പഠനം നമ്പർ വാറായിരിക്കും. ചെറിയ കുട്ടികളുടെ ഓർഗൻസ് ചെറുതായിരിക്കും. അപ്പോൾ അവരെ കുറച്ചായിരിക്കും പഠിപ്പിക്കുന്നത്. പിന്നെ ഓർഗൻസ് വലുതായിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ബുദ്ധിയുടെ പൂട്ട് തുറന്നുകൊണ്ടിരിക്കും. പഠനം ധാരണ ചെയ്തുകൊണ്ടിരിക്കും. ചെറിയ കുട്ടികളുടെ ബുദ്ധിയിൽ യാതൊന്നും ധാരണയാകില്ല. വലുതാകുമ്പോൾ പിന്നെ ബാരിസ്റ്ററും ജഡ്ജും മറ്റും ആകുന്നു. ഇതിലും അങ്ങനെ തന്നെയാണ്.
ചിലരുടെ ബുദ്ധിയിൽ നല്ല രീതിയിൽ ധാരണയുണ്ടാകുന്നു. ബാബ പറയുന്നു, ഞാൻ പതീതത്തിൽ നിന്നും പാവനമാക്കുവാനായി വന്നിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ പതീത ലോകത്തോട് വൈരാഗ്യം ഉണ്ടാകണം. ആത്മാവ് പാവനമായെങ്കിൽ പിന്നെ പതീത ലോകത്തിൽ ഇരിക്കുവാൻ സാധിക്കില്ല. പതീത ലോകത്തിൽ ആത്മാവും പതീതമാണ്, മനുഷ്യരും പതീതമാണ്. പാവന ലോകത്തിൽ മനുഷ്യരും പാവനമാണ്, പതീത ലോകത്തിൽ മനുഷ്യരും പതീതമായിരിക്കുന്നു. ഇത് രാവണ രാജ്യമാണ്. യഥാ രാജാറാണി തഥാ പ്രജ. ഈ മുഴുവൻ ജ്ഞാനവും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാനുള്ളതാണ്. ഈ സമയത്ത് എല്ലാവർക്കും ബാബയോട് വിപരീത ബുദ്ധിയാണ്. കുട്ടികളായ നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു. ഉള്ളിൽ ബാബയോട് സ്നേഹമുണ്ട്. ആത്മാവിൽ ബാബയോടുള്ള സ്നേഹവും ഉണ്ട്, റിഗാർഡും ഉണ്ട്. കാരണം ബാബയെ അറിയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സന്മുഖത്താണ്. ശിവബാബയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സ്നേഹത്തിൻ്റെ സാഗരമാണ്, ആനന്ദത്തിൻ്റെ സാഗരമാണ്. ഗീത ജ്ഞാനദാത പരംപിത ത്രിമൂർത്തി ശിവപരമാത്മാ ഉവാച. ത്രിമൂർത്തി എന്ന അക്ഷരം തീർച്ചയായും ചേർക്കണം. കാരണം ത്രിമൂർത്തിക്ക് മഹിമയുണ്ടല്ലോ. ബ്രഹ്മാവിലൂടെ സ്ഥാപന, അപ്പോൾ തീർച്ചയായും ബ്രഹ്മാവിലൂടെ തന്നെ ജ്ഞാനം കേൾപ്പിക്കും. കൃഷ്ണനാകട്ടെ ശിവഭഗവാൻ വാച എന്ന് പറയില്ല. പ്രേരണയിലൂടെ യാതൊന്നും നടക്കുന്നില്ല. കൃഷ്ണനിൽ ശിവബാബയുടെ പ്രവേശനം ഉണ്ടാകുക സാധ്യവുമല്ല. ശിവബാബയാകട്ടെ അന്യദേശത്തിലേക്ക് വരുന്നു. സത്യയുഗം കൃഷ്ണന്റെ ദേശമാണല്ലോ. അപ്പോൾ രണ്ടുപേരുടെയും മഹിമ വേറെ വേറെയാണ്. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. സത്യയുഗത്തിൽ ഗീത ആരും തന്നെ പഠിക്കുന്നില്ല. ഭക്തി മാർഗത്തിലാണെങ്കിൽ ജന്മജന്മാന്തരം പഠിക്കുന്നു. ജ്ഞാനമാർഗത്തിൽ അത് സംഭവ്യമല്ല. ഭക്തിമാർഗത്തിൽ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ രചയിതാവായ ബാബ തന്നെയാണ് രചനയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകുന്നത്. മനുഷ്യന് രചയിതാവാകുവാൻ സാധിക്കില്ല. ഞാൻ രചയിതാവാണ് എന്ന് മനുഷ്യന് പറയുവാൻ സാധിക്കില്ല. ബാബ സ്വയം പറയുന്നു, ഞാൻ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സ്നേഹത്തിൻ്റെ സാഗരമാണ്, സർവരുടെയും സദ്ഗതിദാതാവാണ്. ശ്രീകൃഷ്ണൻ്റെ മഹിമ തന്നെ വ്യത്യസ്തമാണ്. ഈ മുഴുവൻ വ്യത്യാസങ്ങളും എഴുതണം. അത് മനുഷ്യർ വായിക്കുന്നതിലൂടെ തന്നെ ഉടനടി മനസ്സിലാകണം ഗീതയുടെ ജ്ഞാനദാതാവ് കൃഷ്ണനല്ല എന്ന്. ഈ കാര്യം അംഗീകരിച്ചുവെങ്കിൽ നിങ്ങൾ ജയിച്ചു. മനുഷ്യർ ശ്രീകൃഷ്ണന്റെ പിന്നാലെ എത്ര ക്ലേശിക്കുന്നു. ശിവന്റെ ഭക്തർ ശിവന്റെ മുന്നിൽ കഴുത്ത് ഛേദിക്കുവാനും തയ്യാറാകുന്നു. നമുക്ക് ശിവന്റെ അടുക്കൽ പോകണം. അതേപോലെ അവർ മനസ്സിലാക്കുന്നു ശ്രീകൃഷ്ണന്റെ അടുക്കൽ പോകണം എന്ന്. എന്നാൽ ശ്രീകൃഷ്ണന്റെ അടുക്കൽ പോകുവാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണന്റെ അടുക്കൽ ബലിയർപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. ദേവിമാരുടെ മുന്നിലാണ് ബലിയർപ്പിക്കുന്നത്. ദേവന്മാരുടെ മുന്നിൽ ഒരിക്കലും ബലിയർപ്പിക്കുന്നില്ല. നിങ്ങൾ ദേവിമാരാണല്ലോ. നിങ്ങൾ ശിവബാബയുടേതായിരിക്കുകയാണ്. അപ്പോൾ ശിവബാബയുടെ മേലും ബലിയർപ്പിക്കുന്നു. ശാസ്ത്രങ്ങളിൽ ഹിംസയുടെ കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. നിങ്ങളാകട്ടെ ശിവബാബയുടെ കുട്ടികളാണ്. ശരീരം, മനസ്സ്, ധനം ബലിയർപ്പിക്കുന്നു. മറ്റൊരു കാര്യവുമില്ല. അതിനാൽ ശിവനിലും ദേവിമാരിലും ബലിയർപ്പിക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ്
ശിവകാശിയിൽ ബലിയർപ്പിക്കുന്നത് നിർത്തലാക്കി. ഇപ്പോൾ ആ വാൾ തന്നെയില്ല. ഭക്തി മാർഗത്തിൽ സ്വഹത്യ ചെയ്യുന്നതും തന്നോട് തന്നെ ശത്രുത കാണിക്കുന്നതിൻ്റെ ഉപായം പോലെയാണ്. മിത്രത കാണിക്കുന്നതിൻ്റെ ഒരേ ഒരു ഉപായമേ ഉള്ളൂ. അത് ബാബ പറഞ്ഞു തരുന്നു. പാവനമായി ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്തും നേടൂ. ഒരു ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. ഇതാണ് മിത്രത. ജീവാത്മാവ് തൻ്റെ തന്നെ ശത്രുവാണ് എന്ന് പറയുന്നു. പിന്നെ ബാബ വന്ന് ജ്ഞാനം നൽകുന്നു. അപ്പോൾ ജീവാത്മാവ് തൻ്റെ മിത്രമായി മാറുന്നു. ആത്മാവ് പവിത്രമായി ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. സംഗമയുഗത്തിൽ ഓരോ ആത്മാവിനെയും ബാബ വന്ന് മിത്രമാക്കി മാറ്റുന്നു. ആത്മാവ് തൻ്റെ മിത്രമാകുന്നു. ശ്രീമത്ത് ലഭിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു, നമ്മൾ ബാബയുടെ മതമനുസരിച്ച് തന്നെ നടക്കും. തൻ്റെ മതമനുസരിച്ച് പകുതി കൽപ്പം നടന്നു. ഇപ്പോൾ ശ്രീമത്തിലൂടെ സദ്ഗതി നേടണം. ഇതിൽ തൻ്റെ മതം നടക്കുകയില്ല. ബാബ മതം മാത്രമാണ് നൽകുന്നത്. നിങ്ങൾ ദേവതയാകുവാൻ വന്നിരിക്കുകയല്ലേ? ഇവിടെ നല്ല കർമ്മം ചെയ്യുമെങ്കിൽ അടുത്ത ജന്മത്തിലും നല്ല ഫലം അമരലോകത്തിൽ ലഭിക്കും. ഇതാകട്ടെ മൃത്യുലോകമാണ്. ഈ രഹസ്യവും കുട്ടികളായ നിങ്ങൾ അറിയുന്നു. അതും നമ്പർ വാർ. ചിലരുടെ ബുദ്ധിയിൽ നല്ല രീതിയിൽ ധാരണയുണ്ടാകുന്നു. ചിലർക്ക് ധാരണ ചെയ്യുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ടീച്ചറിന് എന്ത് ചെയ്യുവാൻ സാധിക്കും? ടീച്ചറിനോട് കൃപയും ആശീർവാദവും ചോദിക്കുമോ? ടീച്ചർ പഠിപ്പിച്ച ശേഷം തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. സ്കൂളിലും ആദ്യം ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. അല്ലയോ ഈശ്വര, നമ്മളെ ജയിപ്പിക്കണേ. എങ്കിൽ പിന്നെ നമ്മൾ നിവേദ്യം അർപ്പിക്കാം. ടീച്ചറിനോട് ഒരിക്കലും ആശീർവദിക്കൂ എന്ന് പറയുകയില്ല. ഈ സമയം പരമാത്മാവ് നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്. അച്ഛൻ്റെ ആശീർവാദം അണ്ടർസ്റ്റുഡാണ്. അച്ഛൻ കുട്ടികളെ ആഗ്രഹിക്കുന്നു. കുട്ടി വന്നുവെങ്കിൽ അതിന് ധനം നൽകാമായിരുന്നു എന്ന്. അപ്പോൾ ഇത് ആശീർവാദമായില്ലേ? ഇതൊരു നിയമമാണ്. കുട്ടികൾക്ക് അച്ഛനിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ഇപ്പോഴാകട്ടെ തമോ പ്രധാനമായി കൊണ്ടിരിക്കുന്നു. അച്ഛനെ പോലെ തന്നെ കുട്ടികളും. പ്രതിദിനം ഓരോ വസ്തുവും തമോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു. തത്വവും തമോ പ്രധാനമാകുന്നു. ഇത് ദുഃഖധാമമാണ്. 40,000 വർഷം ഇനിയും ആയുസ്സുണ്ടെങ്കിൽ എന്തവസ്ഥയായിരിക്കും ഉണ്ടാവുക? മനുഷ്യരുടെ ബുദ്ധി തീർത്തും തമോ പ്രധാനമായി കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ബാബയോടൊപ്പം യോഗം വയ്ക്കുന്നതിലൂടെ പ്രകാശം വന്നു കഴിഞ്ഞു. ബാബ പറയുന്നു, എത്ര ഓർമ്മയിലിരിക്കുമോ അത്രയും ലൈറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓർമ്മയിലൂടെ ആത്മാവ് പവിത്രമാകുന്നു. ലൈറ്റ് വർദ്ധിച്ചു വരുന്നു. ഓർമ്മിക്കുന്നതേയില്ല എങ്കിൽ ലൈറ്റ് ലഭിക്കുകയില്ല. ഓർമ്മയിലൂടെ ലൈറ്റ് വർദ്ധിക്കും. ഓർമ്മിക്കാതിരിക്കുകയും ഏതെങ്കിലും വികർമ്മം ചെയ്യുകയുമാണെങ്കിൽ ലൈറ്റ് കുറഞ്ഞു പോകും. നിങ്ങൾ സദോ പ്രധാനമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓർമ്മയിലൂടെയാണ് നിങ്ങളുടെ ആത്മാവ് പവിത്രമാകുന്നത്. ഈ രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം ശ്രീകൃഷ്ണന് നൽകുവാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. അതാകട്ടെ പ്രാപ്തിയാണ്. ഇതും എഴുതണം. 84 ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിൽ ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് വീണ്ടും ജ്ഞാനം എടുത്തുകൊണ്ടിരിക്കുന്നു.
പിന്നീട് ഫസ്റ്റ് നമ്പറിൽ പോകുന്നു. ബാബ ഇതും മനസ്സിലാക്കിച്ചു തന്നു. സത്യയുഗത്തിൽ 9 ലക്ഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതിൽ നിന്ന് വർധനവും ഉണ്ടാകും. ദാസദാസിമാരും വളരെയധികം ഉണ്ടായിരിക്കുമല്ലോ. അവർ മുഴുവൻ 84 ജന്മങ്ങളും എടുക്കുന്നു. 84 ജന്മം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആര് നല്ല രീതിയിൽ പരീക്ഷ പാസ്സാകുന്നുവോ അവർ ആദ്യം വരും. എത്ര വൈകി വരുമോ അപ്പോൾ പഴയ കെട്ടിടം എന്നല്ലേ പറയുകയുള്ളൂ. പുതിയ കെട്ടിടം തയ്യാറാകുന്നു. പിന്നെ പ്രതിദിനം ആയുസ് കുറഞ്ഞു വരും. അവിടെയാകട്ടെ സ്വർണത്തിൻ്റെ കൊട്ടാരങ്ങൾ തയ്യാറാകുന്നു. അത് പഴയതാവുക സംഭവ്യമല്ല. സ്വർണം സദാ തിളങ്ങിക്കൊണ്ടിരിക്കും. എങ്കിലും തീർച്ചയായും വൃത്തിയാക്കേണ്ടി വരും. ആഭരണവും സമ്പൂർണ്ണ സ്വർണം കൊണ്ടുണ്ടാക്കൂ. എങ്കിൽ പോലും ഒടുവിൽ തിളക്കം കുറഞ്ഞു വരുന്നു. പിന്നെ അതിനെ പോളിഷ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കുട്ടികളായ നിങ്ങൾക്ക് സദാ ഈ സന്തോഷമുണ്ടായിരിക്കണം. നമ്മൾ പുതിയ ലോകത്തിൽ പോവുകയാണ്. ഈ നരകത്തിൽ ഇത് അന്തിമ ജന്മമാണ്. ഈ കണ്ണുകളിലൂടെ എന്തെല്ലാം കാണുന്നുവോ അറിയുന്നുവോ ഇത് പഴയ ലോകമാണ്, പഴയ ശരീരമാണ്. ഇപ്പോൾ നമുക്ക് സത്യയുഗത്തിൽ പുതിയ ലോകത്തിൽ പുതിയ ശരീരം എടുക്കേണ്ടതുണ്ട്. 5 തത്വങ്ങളും പുതിയതായിരിക്കും. ഇങ്ങനെ വിചാരസാഗര മഥനം നടത്തണം. ഇത് പഠനമാണല്ലോ. അന്തിമം വരെയും നിങ്ങളുടെ ഈ പഠനം തുടരും. പഠനം നിലച്ചുവെങ്കിൽ വിനാശവും സംഭവിക്കും. അപ്പോൾ സ്വയം സ്റ്റുഡൻ്റാണ് എന്ന് മനസ്സിലാക്കി ഈ സന്തോഷത്തിൽ ഇരിക്കേണ്ടതാണല്ലോ. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സന്തോഷം ഏതെങ്കിലും നിസ്സാര കാര്യമല്ല. എന്നാൽ അതിനോടൊപ്പം മായയും തലകീഴായ കാര്യം ചെയ്യിക്കുന്നു. 5-6 വർഷം പവിത്രമായിരിക്കുന്നു. പിന്നെ മായ വീഴ്ത്തുന്നു. ഒരു പ്രാവശ്യം വീണുവെങ്കിൽ പിന്നീട് ആ അവസ്ഥ ഉണ്ടാവുക സാധ്യമല്ല. നമ്മൾ വീണിരിക്കുകയാണ്. അപ്പോൾ ആ വെറുപ്പ് വരുന്നു. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ മുഴുവൻ സ്മൃതിയും വയ്ക്കണം. ഈ ജന്മത്തിൽ എന്ത് പാപം ചെയ്തു എന്ന് ഓരോ ആത്മാവിനും തൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. ചിലർ മന്ദബുദ്ധികളും ചിലർ വിശാല ബുദ്ധികളുമായിരിക്കും. കുട്ടിക്കാലത്തെ ചരിത്രം ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഈ ബാബയും കുട്ടിക്കാലത്തെ ചരിത്രം കേൾപ്പിക്കുന്നുവല്ലോ. ബാബയ്ക്ക് ആ കെട്ടിടവും മറ്റും ഓർമ്മയുണ്ട്. എന്നാൽ ഇപ്പോഴാകട്ടെ അവിടെയും എല്ലാം പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകും. 6 വയസ്സ് മുതലുള്ള തൻ്റെ ജീവിത കഥ ഓർമ്മയുണ്ടായിരിക്കും. മറന്നുപോയെങ്കിൽ ഡൾ ബുദ്ധി എന്ന് പറയും. ബാബ പറയുന്നു, തൻ്റെ ജീവിത കഥ എഴുതൂ. ലൈഫിൻ്റെ കാര്യമാണല്ലോ. ലൈഫിൽ എന്തെല്ലാം അതിശയങ്ങളുണ്ടായിരുന്നു എന്ന് അറിയുവാൻ കഴിയുന്നു. ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും മറ്റും എത്ര വലിയ വലിയ വോള്യൂംസ് ഉണ്ടാകുന്നു. ലൈഫ് വാസ്തവത്തിൽ നിങ്ങളുടേതാണ് വളരെ വാല്യുബിൾ ആയിട്ടുള്ളത്. ഇതാണ് വണ്ടർഫുൾ ലൈഫ്. മോസ്റ്റ് വാല്യുബിൾ അമൂല്യ ജീവിതം ഇതാണ്. ഇതിൻ്റെ മൂല്യം വർണ്ണിക്കുവാനാകില്ല. ഈ സമയം നിങ്ങളാണ് സേവനം ചെയ്യുന്നത്. ഈ ലക്ഷ്മി നാരായണന്മാർ യാതൊരു സേവനവും ചെയ്യുന്നില്ല. മറ്റുള്ളവർക്കും ഇങ്ങനെയുള്ള ജീവിതം ഉണ്ടാക്കുന്നതിൻ്റെ സേവനം ചെയ്യുന്ന നിങ്ങളുടെ ലൈഫ് വളരെ വാല്യുബിളാണ്. ആര് നല്ല സേവനം ചെയ്യുന്നുവോ അവർ മഹിമയ്ക്ക് യോഗ്യരാകുന്നു. വൈഷ്ണവ ദേവിയുടെയും ക്ഷേത്രമുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ സത്യമായ വൈഷ്ണവരാകുന്നു. വൈഷ്ണവർ എന്നാൽ ആരാണോ പവിത്രമായവർ. ഇപ്പോൾ നിങ്ങളുടെ ആഹാര രീതികളും വൈഷ്ണവരുടേതാണ്. ആദ്യ നമ്പറിൻ്റെ വികാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വൈഷ്ണവർ, അതായത് പവിത്രമാണ്. ജഗദംബയുടെ എല്ലാ കുട്ടികളും
ബ്രഹ്മകുമാർ കുമാരിമാരാണല്ലോ ബ്രഹ്മാവും സരസ്വതിയും. പിന്നെ കുട്ടികളും അവരുടെ സന്താനമാണ്. നമ്പർ വാർ ദേവിമാരുമുണ്ട്, അവരുടെ പൂജ ഉണ്ടാകുന്നു. ഇത്രയും ഭുജങ്ങളും മറ്റും നൽകിയിരിക്കുന്നു, അവയെല്ലാം വ്യർത്ഥമാണ്. നിങ്ങൾ വളരെ പേരെ തനിക്ക് സമാനമാക്കുന്നു, അതിനാൽ കൈകൾ നൽകിയിരിക്കുന്നു. ബ്രഹ്മാവിനും 100 കൈകളുള്ളവനായും 1000 കൈകളുള്ളവനായും കാണിക്കുന്നു. ഇതെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. നിങ്ങളോട് പിന്നെ ബാബ പറയുന്നു, ദൈവിക ഗുണവും ധാരണ ചെയ്യണം. ആർക്കും ദുഃഖം നൽകരുത്. ആർക്കെങ്കിലും തലതിരിഞ്ഞ വഴി പറഞ്ഞുകൊടുത്ത് സത്യനാശം വരുത്തരുത്. ഒരേ ഒരു മുഖ്യമായ കാര്യം മനസ്സിലാക്കിച്ചു കൊടുക്കണം, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മഹിമയ്ക്കും പൂജയ്ക്കും യോഗ്യരാകുന്നതിനു വേണ്ടി പക്വമായ വൈഷ്ണവരാകണം. ആഹാരരീതികളുടെ ശുദ്ധിയോടൊപ്പം പവിത്രമായിരിക്കണം. ഈ വാല്യുബിൾ ജീവിതത്തിൽ സേവനം ചെയ്ത് വളരെ പേരുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റണം. ആത്മാവിൻ്റെ ലൈറ്റ് വർദ്ധിച്ചു വരും വിധത്തിൽ ബാബയുമായി യോഗം വയ്ക്കണം. ഏതെങ്കിലും വികർമ്മം ചെയ്ത് ലൈറ്റ് കുറയ്ക്കരുത്. തന്നോട് തന്നെ സൗഹൃദം വയ്ക്കണം. വരദാനം: സ്വസ്ഥിതിയുടെ സീറ്റിൽ സ്ഥിതി ചെയ്ത് പരിതസ്ഥിതികളുടെ മേൽ വിജയം പ്രാപ്തമാക്കുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കട്ടെ. ഏതൊരു പരിതസ്ഥിതിയും പ്രകൃതിയിലൂടെയാണ് വരുന്നത്. അതിനാൽ പരിതസ്ഥിതി രചനയാണ്. സ്വസ്ഥിതി ഉള്ളവർ രചയിതാവാണ്. മാസ്റ്റർ രചയിതാവ് അഥവാ മാസ്റ്റർ സർവശക്തിവാൻ ഒരിക്കലും തോൽക്കുക സാധ്യമല്ല, അസംഭവ്യമാണ്. അഥവാ ആരെങ്കിലും തൻ്റെ സീറ്റ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ തോൽവി ഉണ്ടാകുന്നു. സീറ്റ് ഉപേക്ഷിക്കുക എന്നാൽ ശക്തിഹീനമാവുക എന്നർത്ഥം. സീറ്റിൻ്റെ ആധാരത്തിൽ ശക്തികൾ സ്വതവേ വരുന്നു. ആരാണോ സീറ്റിൽ നിന്നും താഴെ വരുന്നത് അവരിൽ മായയുടെ പൊടി പറ്റുന്നു. ബാബ്ദാദയുടെ ഓമനകളും മർജീവ ജന്മധാരിയുമായ ബ്രാഹ്മണർക്ക് ഒരിക്കലും ദേഹാഭിമാനത്തിൻ്റെ മണ്ണിൽ കളിക്കുവാൻ ആകില്ല. സ്ലോഗൻ: ദൃഢത കടുത്ത സംസ്കാരങ്ങളെയും മെഴുകുപോലെ ഉരുക്കും അഥവാ ഇല്ലായ്മ ചെയ്യുന്നു. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ഏതുപോലെ ജ്ഞാനസ്വരൂപമാണോ അതേപോലെ സ്നേഹസ്വരൂപം ആകൂ. ജ്ഞാനവും സ്നേഹവും രണ്ടും കമ്പൈൻഡ് ആയിരിക്കണം. കാരണം ജ്ഞാനം ബീജമാണ്, ജലം സ്നേഹമാണ്. അഥവാ ബീജത്തിന് ജലം ലഭിക്കുമില്ലെങ്കിൽ ഫലം നൽകുകയില്ല. ജ്ഞാനത്തോടൊപ്പം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമുണ്ടെങ്കിൽ പ്രാപ്തിയുടെ ഫലം ലഭിക്കും. ഓം ശാന്തി. സങ്കല്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ
എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധി ബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ, നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം, നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു. ഈ സമ്പന്നമായ അലൗകിക സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് ബുദ്ധിബലത്താൽ മടങ്ങി വരുന്നു.